وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ സമയങ്ങളും സന്ദർഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാനുള്ള ഉന്നതമായ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പ്രതിഫലം ഒട്ടും ചോർന്നു പോകാത്ത രൂപത്തിൽ കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് റമദാനിലെ ഈ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുകയും ഇപ്പോഴും നല്ല ഒരു നിയ്യത്തോടുകൂടി മനസ്സോടുകൂടി ഈ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം നാം ഉപയോഗപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു, നിങ്ങളിൽ നല്ലവർ മൻ ത്വാല ഉംറുഹു, അവൻ്റെ ആയുസ് ദീർഘിച്ച് ലഭിച്ചിട്ടുള്ളവരാകുന്നു. വ ഹസുന അമലുഹു, അവൻ്റെ അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഈ രണ്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ദിനേനയെന്നോണം ചെറുതും വലുതുമായ
വയസ്സ് കൂടിയതും കുറഞ്ഞവരുമായിട്ടുള്ള ആളുകൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുനിയാവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് നീട്ടിത്തന്നിരിക്കുന്നു. ഇന്നും ഇന്നലെയും ഈ കഴിഞ്ഞ നിമിഷങ്ങളിലുമെല്ലാം കുറേ മരണവാർത്തകൾക്ക് പ്രതികരിച്ചവരാണ് നാം ഓരോരുത്തരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെയും അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരുമാണ്. ആയുസ് എത്തിയിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ നിന്ന് വിട പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും കിഴക്കും പടിഞ്ഞാറും ഖബർസ്ഥാനുകളിൽ ഒരുപാട് മയ്യത്തുകൾ മറമാടിയിട്ടുണ്ട്. വിശുദ്ധ റമദാനിൻ്റെ ഈ സന്ദർഭങ്ങളിൽ വിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കല്ലാഹു ആയുസ് നീട്ടിത്തരുകയും ഈ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതലായി നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നാം ചെയ്തിട്ടുള്ള അമലുകൾ, കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടിയായി പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ എൻ്റെ പരലോക ജീവിതത്തിലേക്ക് പ്രതിഫലാർഹമാക്കി മാറ്റുവാൻ പറ്റുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഹേ വിശ്വാസികളെ, വൽ തൻളുറു നഫ്സുൻ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലും സമയങ്ങളിലുമെല്ലാം, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും സംസാരങ്ങളിലും ഇടപാടുകളിലുമെല്ലാം അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽ തൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി എന്തെന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നവൻ തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. തുടക്കത്തിലും അള്ളാഹുവിൻ്റെ സൂക്ഷ്മത പറഞ്ഞു, തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തിച്ചേരുന്ന രൂപത്തിലേക്ക് അതിനെ ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? സ്വഹാബികൾ ഭയപ്പെട്ടത് ആ വിഷയത്തിലാണ്. ഒരുപാട് നമസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്തു. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തിച്ചേരുമ്പോഴേക്കും ഇതെല്ലാം അവിടെ ലഭിക്കുമോ, പ്രതിഫലം ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവർ ഭയാശങ്കയിലായിരുന്നു. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫിലെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്ന ചില ആയത്തുകളുണ്ടല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നബിയെ പറയുക, ഹൽ ഉനബ്ബിഉകും, നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ, ബിൽ അഖ്സരീന അഅമാല,
കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞ, കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകളെക്കുറിച്ച് നാം അറിയിച്ചു തരട്ടെയോ? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അവരുടെ കർമ്മങ്ങളെല്ലാം ദുനിയാവിൽ വെച്ച് നിഷ്ഫലമാക്കി കളഞ്ഞവരാണവർ, അതെല്ലാം പിഴവിലാക്കി കളഞ്ഞു. വഹും യഹ്സബൂന, അവർ വിചാരിച്ചത്, അവർ കരുതുന്നത്, അന്നഹും യുഹ്സിനൂന സുൻആ, ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്ന രൂപത്തിലാണ്, സൽക്കർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ പരലോകത്തെത്തിയപ്പോൾ അള്ളാഹു അതെല്ലാം തള്ളിക്കളയുകയാണ്. കാരണം ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ചവരാണവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന കാര്യത്തെയും നിഷേധിച്ചവരാണവർ. അതുകൊണ്ട് പ്രതിഫലങ്ങളൊന്നും പരലോകത്തേക്ക് എത്താത്ത രൂപത്തിൽ ദുനിയാവ് വിളിച്ചുകൊണ്ട് തന്നെ എല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞ, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാകുന്നൊരു സമൂഹത്തെക്കുറിച്ച് ഖുർആൻ രേഖപ്പെടുത്തുമ്പോൾ, ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നമ്മുടെ ആയുസ് നീട്ടിത്തന്ന് പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ പ്രവേശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെയ്തിട്ടുള്ള അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിട്ടുണ്ടോ? ഏതൊരു സൽക്കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർമ്മസ്വീകരണത്തിൻ്റെ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്താറുള്ളത്, അള്ളാഹുവേ മഖബൂലും മബ്റൂറുമായ പുണ്യകർമ്മമാക്കി തീർക്കണേ എന്ന് പറയാനുള്ള കാരണം, എല്ലാവരുടെയും കർമ്മങ്ങൾ ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഓരോ വ്യക്തിയുടെയും നീയത്തിൻ്റെയും ഉദ്ദേശശുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇമാം ബുഖാരിയുടെ ഹദീസിൻ്റെ പരിഭാഷകളെടുത്ത് നാം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്നാമത്തെ ഹദീസായി കാണാൻ സാധിക്കുന്നത്, ഹദീസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്കും വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തർക്കും അവൻ ഉദ്ദേശിച്ചതായ ഒന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവിടെ വിശദീകരിച്ചു കൊടുത്തത് ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫമൻ കാനത്ത് ഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരാൾ ഹിജറ പോകുന്നു, സ്വദേശത്തു നിന്ന് വെടിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തയാൾ പോകുകയാണ്. കുടുംബത്തെയും ഭൗതികമായ തൻ്റെ സംവിധാനങ്ങളെയും സന്നാഹങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പോകുന്നതിന് പറയുന്ന പേരാണ് ഹിജ്റ എന്നുള്ളത്. ആ ഹിജ്റ പോകുന്ന വ്യക്തി, അയാളുടെ നിയ്യത്ത്, അയാളുടെ ഉദ്ദേശ ലക്ഷ്യം ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ് എങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാഹിൻ്റെ റസൂലിലേക്കുമായിരിക്കും. അതങ്ങനെ രേഖപ്പെടുത്തി വെക്കും. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ, ഒരാൾ പലായനം ചെയ്ത് പോകുന്നത്, ഹിജ്റ പോകുന്നത്, അയാളുടെ ഉദ്ദേശ ലക്ഷ്യം നിയ്യത്തെന്ന് പറയുന്നത് ലിദുനിയാ യുസീബുഹാ, ദുനിയാവ് കരസ്ഥമാക്കാൻ വേണ്ടിയാണ്, ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇഹലോക സുഖത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ആ നിയ്യത്തിനനുസരിച്ച് കൊണ്ടാണ് പ്രതിഫലം അയാൾക്ക് തരിക. അതുകൊണ്ടാണ് ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. 200-ാമത്തെയും 201-ാമത്തെയും ആയത്ത് പഠിപ്പിക്കുന്നത് രണ്ട് വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷമായി ചില ആളുകളുടെ പ്രാർത്ഥനയായിട്ട് അല്ലാഹു പറയുന്നു, വമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ
വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യരിലുണ്ട് ചില ആളുകൾ മൻ യഖൂലു, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ്: റബ്ബന ആതിനാ ഫിദ്ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണമേ. ഇഹലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. മറ്റൊരാളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും ദുനിയാവിന് വേണ്ടിയാണ്. അസുഖങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി, കച്ചവടത്തിന് ലാഭം കിട്ടുവാൻ വേണ്ടി, മകളുടെ കല്യാണം നടക്കാൻ വേണ്ടി, അതുപോലെ വിവാഹം കഴിച്ചവർക്ക് മക്കളെ കിട്ടുവാൻ വേണ്ടി, ഇങ്ങനെ ദുനിയാവിൻ്റെ പ്രാർത്ഥനകൾ മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ, ദുനിയാവ് ലക്ഷ്യമാകുമ്പോൾ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് അവർക്ക് യാതൊരുവിധ ഓഹരിയും ഉണ്ടാകുന്നില്ല. ദുനിയാവ് തേടിക്കഴിഞ്ഞാൽ ആ ദുനിയാവ് അയാൾക്ക് ലഭിക്കും. ഹിജ്റ പോകുന്ന ഒരു വ്യക്തി ദുനിയാവാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഫഹിജ്റത്തുഹു, അയാളുടെ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈഹി, ഏതൊന്നിനു വേണ്ടിയാണോ അയാൾ ഹിജ്റ പോയത് അതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക. പിന്നെ പ്രവാചകൻ പറഞ്ഞു: ഔ ഇംറാത്തിൻ യൻകിഹുഹാ, ഒരാൾ ഹിജ്റ ചെയ്യുന്നത് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ്. ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പലായനം ചെയ്തു പോകുന്നു. ഒരു പെൺകുട്ടിയെ ഒരു സഹാബി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്: ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന നാട്ടിലേക്ക് നിങ്ങൾ പലായനം ചെയ്ത് പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് എന്നെ വിവാഹം കഴിക്കാം. അയാളുടെ നിയ്യത്ത് ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പലായനമാണ് എങ്കിൽ പ്രതിഫലം ലഭിക്കുന്നത് അതിൻ്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടി തന്നെയാണ്. അവിടെയാണ് സൂചിപ്പിച്ചത്, ദുനിയാവിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലു സാലിഹാത്തുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിതമായി ചൊല്ലിക്കൊണ്ടേയിരിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും നീ എല്ലാം അറിയുന്നവനുമാകുന്നു. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരലോകത്തെ നന്മയ്ക്ക് വേണ്ടി, ഖബർ ജീവിതത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം നന്മയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികൾ അധികരിപ്പിക്കേണ്ടത്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവരിൽ ചില ആളുകൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ്: റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ നന്മകൾ നൽകണമേ. ദുനിയാവിന് വേണ്ടി തേടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മാത്രം പോരാ എന്നുള്ളതാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതിൽ ബർക്കത്തുകൾ ഉണ്ടാകണം. അത് ആസ്വദിക്കാൻ, അനുഭവിക്കുവാനും ഒരാൾക്ക് കഴിയണം. മക്കളുണ്ടായിട്ടും പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് ജീവിതത്തിൻ്റെ നല്ലൊരു കാലം അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവസാന സമയത്ത് ഞങ്ങളെ ഒന്ന് നോക്കാൻ മക്കൾ കൂടെയില്ല എന്ന് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട് എങ്കിൽ മക്കൾ അവിടെ ഹസനാത്തുകളാകുന്നില്ല. ഒരുപാട് സമ്പത്തും ഭൗതിക സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ആസ്വദിക്കാൻ കഴിയാത്ത, അനുഭവിക്കുവാൻ കഴിയാത്ത, മാനസികമായ അസ്വസ്ഥതകളും പേറിക്കൊണ്ട് നടക്കുന്ന സമ്പന്നവർഗത്തിൻ്റെ ആളുകളെ നമുക്ക് ദുനിയാവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പടച്ച റബ്ബ് നമുക്ക് നൽകുന്നതിലെല്ലാം ഹസനത്തുകൾ ഉണ്ടാകണമെന്നുള്ളത് പ്രാർത്ഥനയുടെ, അധികരിച്ച പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ്. അഫില്ലാഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ. ഏറ്റവും വലിയ നന്മ ലഭിക്കേണ്ടത്, നേട്ടങ്ങൾ ലഭിക്കേണ്ടത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലാണ്. അവിടേക്ക് വേണ്ടി, കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുനിയാവിലെ പ്രവർത്തനങ്ങളെ
അവിടെ എത്തിച്ചേരുന്നതിനാവശ്യമായ രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. ഈ അവസാന നിമിഷം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന, പുണ്യങ്ങൾ ലഭിക്കുന്ന ദിനരാത്രങ്ങളാണല്ലോ. ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കേണ്ട സമയങ്ങളാകുന്നു, സന്ദർഭങ്ങളാകുന്നു അവസാന നിമിഷങ്ങളിലേത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരയും തലയും മുറുക്കി രംഗത്ത് വരികയും വയഖല അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയും ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയാകുന്നു എന്നുള്ളതും ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഓട്ട മത്സരക്കാരൻ്റെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ ഈ സമയത്തെ അടയാളപ്പെടുത്തേണ്ടത്. ഫിനിഷിങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓട്ട മത്സരത്തിൽ നിന്ന് പിന്നിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകും എന്നതുപോലെ അവസാന നിമിഷങ്ങളിലേക്ക് ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പുണ്യകർമ്മങ്ങളെ വളർത്തിയെടുക്കുവാൻ പറ്റേണ്ടതായ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും വലിയ ഹതഭാഗ്യരായിട്ട് മാറുകയാണ്. ലൈലത്തുൽ ഖദർ എന്ന അതിമഹത്തായ ദിനരാത്രങ്ങൾക്ക് അവസരം നൽകുന്ന സമയങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. 21 കഴിഞ്ഞുപോയി, 23ഉം 25ഉമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മിൽ നിന്ന്. ആർക്കെല്ലാം അതിൻ്റെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്, ആർക്കെല്ലാം അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തിയും അവനവനോട് ചോദിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇനിയും ശ്രേഷ്ഠമായ രാവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്നൊരു ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്നൊരു ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ എന്ന് ചോദിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകിയ മറുപടിയിൽ നിന്നാണ് അവസാന നിമിഷത്തെ നമ്മൾ നമ്മുടേതാക്കി മാറ്റേണ്ടത്. എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഈ സമയത്ത് നീ കൂടുതലായി ചെയ്യേണ്ടത്, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത്. ആയത്തുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ വ്യാഖ്യാനം മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇതിൽ നിന്ന് കുതറിമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ചു അതിൻ്റെ മഹത്വം എന്താണ്. അൽഫ് ഷഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള മാസം. 83 വർഷക്കാലത്തിനധികം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പ്രതിഫലം ലൈലത്തുൽ ഖദറിലൂടെ ഒരാൾക്ക് ലഭിക്കുകയാണ്. അത് കിട്ടണമെങ്കിൽ അതിന് പ്രവാചകൻ പറഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവൻ, തീർച്ചയായും നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നീ, എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരേണമേ. അങ്ങേയറ്റത്തെ അധികരിച്ച പാപങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തിയോടും കൂടി പറയാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അങ്ങേയറ്റത്തെ പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിയാന്മാരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി ഖുർആൻ നമ്മളോട് പറയുന്നു.
ആമുഖമായി ഓതി വെച്ചത് സൂറത്തു തഹരീമിലെ ആയത്താണ്. അള്ളാഹു പറയുന്നു, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക. തൗബ എന്ന് വെച്ചാൽ കാര്യങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പിന്നീട് ഒരിക്കലും ആ പാപത്തിലേക്ക് പോകാത്ത രൂപത്തിൽ പാപമാണെന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നിഷ്കളങ്കമായി അതിവേഗത്തിൽ ആ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു വിശ്വാസി നടത്തേണ്ടത്. അങ്ങനെ പാപമോചനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ കൊടുക്കുകയുള്ളൂ എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, സൂറത്തുൻ നിസായിലെ 17-18 ആയത്തുകളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ പാപമോചനം നൽകുന്നവർ ആരാണ്? ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. അല്ലാഹു പശ്ചാത്താപം നൽകാമെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗം ആൾക്കാരാണ്. യഅമലൂന സ്സൂഅ ബിജഹാല, അജ്ഞത നിമിത്തം പാപങ്ങൾ ചെയ്യുകയും സുമ്മ യതൂബൂന മിൻ ഖരീബ്, വളരെ വേഗത്തിൽ ഉടനെ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഒരു പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വേഗത്തിൽ ഗരിച്ചു മടങ്ങുവാൻ കഴിയണം. പിന്നീടത്തേക്ക് നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവസരം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലൈസത്തി തൗബ, അല്ലാഹു പശ്ചാത്താപം നൽകുകയില്ല. വലൈസത്തി തൗബ എപ്പോഴാണ്? ഇദാ ഹളറ അഹദുഹുമുൽ മൗത്ത്, മരണത്തിൻ്റെ സമയമടുക്കുന്ന സന്ദർഭമാകുമ്പോഴേക്കും തുബത്തു അൽ ആൻ, ഇപ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് വലൈസത്തി തൗബ, അല്ലാഹു പാപമോചനം നൽകുകയില്ല. അതുകൊണ്ട് ഈ സമയം, ഈ സന്ദർഭം അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വൈകുന്നേരം ഉണ്ടാകും, നാളെ നേരം വെളുത്തിട്ടുണ്ടാകും എന്നതിന് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാത്തൊരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. അവസരം ലഭിച്ചിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പിന്നീട് അതിനൊരു അവസരം നൽകുകയേയില്ല. ചില ആളുകൾ അങ്ങനെയെല്ലാം പടച്ച റബ്ബിനോട് കേണപേക്ഷിക്കാറുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ റബ്ബേ, അല്പസമയത്തേക്ക് നീ എന്നെ വിടുകയാണ് എങ്കിൽ, ഖീൽ അർജിഊൻ, ഒരു വേള എന്നെ മടക്കുകയാണ് എങ്കിൽ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി, കല്ല, അങ്ങനെ വേണ്ടതില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു വാക്ക് മാത്രമാണ്. അതൊരു കേവലം വാക്കുകളാണ്. അവസരങ്ങൾ ലഭിച്ചിട്ട് അവസരം ഉപയോഗപ്പെടുത്താത്ത രൂപത്തിലേക്ക് മടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അതിനെ പരിതപിക്കാൻ യാതൊരു വിധത്തിലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാനം വരേക്കും ഒരു ബർസഖിയായ ലോകത്ത് അവൻ കഴിച്ചുകൂട്ടുക തന്നെ ചെയ്യും. ആ ബർസഖിയായ ലോകത്ത് അവന് കൂട്ടിന് വരേണ്ടത് ചെയ്തു വെച്ചിട്ടുള്ള അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ്. പരലോകത്ത് എത്തുമ്പോഴേക്കും തനിക്ക് തുണയായിട്ട് ഗുണമായിട്ട് വരേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഈ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ആ സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡം എത്രത്തോളം എൻ്റേത് വർദ്ധിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസി ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അവനവൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തലുകൾ ഉണ്ടാകണം. ഓരോ വ്യക്തിയും
അവനവൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തം മകളോട് തന്നെയൊക്കെ പ്രവാചകൻ പറയുന്നത് ഇത്തഖിന്നാറ വലോ ബിശഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിലും ശരി നരകത്തെ കാത്തു സൂക്ഷിക്കണേ ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. ആയിഷ, നിനക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള ചെറിയ ഒരു നിഅമത്ത് കൊണ്ടെങ്കിലും നരകത്തെ നീ കാത്തുകൊള്ളണം. എന്ന് വെച്ചാൽ ഒരു അവസരം നന്മ ചെയ്യാൻ വേണ്ടി പടച്ച റബ്ബ് തരുന്നത് എൻ്റെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാകണമെന്ന ചിന്തയാണ് പ്രവാചകൻ അവിടെ പഠിപ്പിച്ചത്. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ നീ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകണം. ആരോടാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പത്നിയോട് തന്നെയാണ് ആ വിഷയം പറയുന്നത്. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫാത്തിമത്തു ബിന്തു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാകുന്നു. ഫാത്തിമയോട് പറഞ്ഞു, സലീനി മാ ശിഅ്തി മിൻ മാലി, മോളെ വാപ്പാന്റെ സ്വത്തിൽ നിന്ന് നീ ചോദിച്ചു കൊള്ളൂ, വാപ്പയത് തരാം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒന്നും എനിക്ക് നേടിത്തരാൻ സാധ്യമല്ല. അൻഖിദീ നഫ്സികി മിനന്നാർ, മോളെ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തു സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രവാചകൻ മകളോട് പറയുന്നുണ്ട് എങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതേസമയം അതിന് വിരുദ്ധമായ രൂപത്തിലുള്ള ആശയങ്ങൾ ലോകത്തിന് പകർന്നുകൊടുത്തു. പണ്ഡിതന്മാരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള പല കൃതികളിലൂടെയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഇന്നിന്ന മുരീദന്മാരെ, ശേഖന്മാരെ നിങ്ങൾ മുരീദന്മാരായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നരകത്തിൽ കടക്കേണ്ടി വരില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? അവരെയാണ് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുത്തത്. എൻ്റെ മുരീദൂകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവാർ. മുഹീദ്ദീൻ മാലയിലുള്ള ആ കീർത്തനങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ സുന്ദരമായി പാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുരീദുകൾ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും ഷെയ്ഖിൻ്റെ ഒരു മുരീദായി കഴിഞ്ഞാൽ നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഷെയ്ഖിൻ്റെ മുരീദായി കഴിഞ്ഞാൽ മതി. ആ ഷെയ്ഖിൻ്റെ പേരിൽ ആടുകളെയും കോഴികളെയും നേർച്ചയാക്കി നിങ്ങൾ വിതരണം നടത്തിയാൽ മതി. അതുകൊണ്ട് ആളുകളെല്ലാം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ടുകൾ നടത്താൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നു. യാഥാർത്ഥ്യം പ്രവാചകൻ തൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ വേണ്ടി ഒരാൾക്കും തന്നെ സാധ്യമാവുകയില്ല. മാത്രമല്ല, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിന്, ഓരോ വ്യക്തിയും ആഗ്രഹിച്ചു പോകുകയാണ്, പടച്ച റബ്ബേ എൻ്റെ ഈ പാപങ്ങളെല്ലാം മറ്റൊരാളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവേ നീ എനിക്ക് അവസരം നൽകണമേ. ആരിലേക്ക്? മക്കളിലേക്ക്, ഇഷ്ടപ്പെട്ടവരിലേക്ക്. ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീം, യവദ്ദുൽ മുജ്രിം, കുറ്റവാളി ആഗ്രഹിക്കും. എന്താണ് കുറ്റവാളി ആഗ്രഹിക്കുന്നത്? ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീം, ഞാൻ ചെയ്ത എൻ്റെ ഈ പാപങ്ങളെല്ലാം എൻ്റെ മക്കളിലേക്ക് കൊടുത്തിട്ട് പടച്ച റബ്ബേ എന്നെ നീ ഒന്ന് രക്ഷിച്ചേണമേ. വസാഹിബത്തിഹി വ അഖി, അവൻ്റെ ഇണയിൽ നിന്ന്, അതുപോലെ തന്നെ സഹോദരനിൽ നിന്ന്, വഫസീലത്തിഹി ലത്തി തുവി, താൻ അഭയം നൽകിയിട്ടുള്ള കുടുംബങ്ങൾക്ക്, ആ കുടുംബങ്ങളിലേക്കെല്ലാം എൻ്റെ പാപങ്ങളെ ഇട്ടുകൊടുത്തിട്ട് പടച്ച റബ്ബേ എന്നെ ഒന്ന് കാക്കണേ, എന്നെ ഒന്ന് സംരക്ഷിക്കണേ എന്നാണ് നാളെ പരലോകത്ത് ഓരോ വ്യക്തിയും പറയുക. അതുകൊണ്ടാണ് അവനവൻ്റെ അമലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ പിന്നെയും വിശദീകരിച്ചു തന്നില്ലേ, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, പാപം വഹിക്കുന്നവൻ്റെ പാപം പേറാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഓരോ മനുഷ്യനും
അവനവൻ പ്രയത്നിച്ചതായ പ്രതിഫലം മാത്രമേ അവനവനുണ്ടാവുകയുള്ളൂ. നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാകുന്നു നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയങ്ങളെയും സന്ദർഭങ്ങളെയും കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യത്ബഉൽ മയ്യിത്ത സലാസത്തുൻ, ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കുന്നുണ്ട്. അഹ്ലുഹു വ മാലുഹു വ അമലുഹു. മയ്യിത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെല്ലാം പലപ്പോഴും സാക്ഷികളായിട്ടുണ്ട്. പോകുന്ന സമയത്ത് കൂടെയുള്ളത് ആരൊക്കെയാണ്? അഹ്ലുഹു, അവൻ്റെ കുടുംബക്കാർ അവിടെയുണ്ടാകും, കൂട്ടത്തിലുണ്ടാകും. അതുപോലെ തന്നെ വ മാലുഹു, അവൻ്റെ സമ്പത്തും അങ്ങോട്ട് പോകും. ഈ കുടുംബക്കാരിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന വസ്ത്രമാകട്ടെ മറ്റ് കാര്യങ്ങളൊക്കെയാകട്ടെ അതെല്ലാം ഈ വ്യക്തിയുടേതാണ്. വ അമലുഹു, അവൻ്റെ അമലുകളും അവൻ്റെ കൂടെയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർജിഉ ഇസ്നാനി വ യബ്ഖാ വാഹിദുൻ. യർജിഉ ഇസ്നാനി, 2 കാര്യങ്ങൾ മടങ്ങി വരികയും വ യബ്ഖാ വാഹിദുൻ, 1 അവിടെ ബാക്കിയാവുകയും ചെയ്യും. യർജിഉ, മടങ്ങി വരുന്നത്, അഹ്ലുഹു, അവൻ്റെ കുടുംബക്കാർ വീട്ടിലേക്ക് മടങ്ങി വരും. അതുപോലെ തന്നെ വ മാലുഹു, അവൻ്റെ സമ്പത്തുമെല്ലാം വീട്ടിലേക്ക് തിരിച്ചു വരും. വ യബ്ഖാ അമലുഹു, അവിടെ ബാക്കിയാകുന്നത് അവൻ്റെ അമലുകൾ, അവൻ്റെ കർമ്മങ്ങൾ മാത്രമാണ്. ഈ കർമ്മങ്ങൾ ചെയ്യാൻ ദുനിയാവിൽ നമുക്ക് എത്ര സമയമാണ്, സന്ദർഭങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? 60 വയസ്സുവരെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സമയത്ത് നാം ഒന്ന് ക്രമീകരിക്കുക. 60 വയസ്സുവരെ ജീവിച്ച ഒരു വ്യക്തി, അയാൾ ഒരു 15 വർഷക്കാലം കൗമാരത്തിൻ്റെ ബാല്യത്തിൻ്റെ പ്രായങ്ങളൊക്കെയായി അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സമയങ്ങളൊന്നും വിചാരണയ്ക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുപക്ഷെ സ്വീകരിക്കേണ്ടി വരുന്നില്ല. കാരണം പക്വതയില്ലാത്ത, പാകതയില്ലാത്തൊരവസ്ഥയായതുകൊണ്ട്. 10 വയസ്സ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടി എന്നാ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 10 വയസ്സ് മുതൽക്ക് 10 വയസ്സാകുമ്പോഴേക്കും അമലുകളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കണമെന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഒരു 10-15 കൊല്ലക്കാലം ആ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ബാക്കി 45 ഉണ്ട്. ഉറങ്ങാൻ വേണ്ടി 8 മണിക്കൂർ ഒരാൾ എടുക്കുന്നുണ്ട് എങ്കിൽ 1/3 ഭാഗം ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. 8 മണിക്കൂർ ജോലിക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ 2 ഭാഗം പിന്നെയും അവിടെ കഴിഞ്ഞപ്പോൾ 45 വയസ്സിൻ്റെ 2/3 ഭാഗം അങ്ങനെ കഴിഞ്ഞാൽ 45 വയസ്സിൻ്റെ 15 കൊല്ലക്കാലം ഉറങ്ങാൻ വേണ്ടി എടുക്കുന്നു. 15 കൊല്ലക്കാലം കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ജോലികൾക്ക് വേണ്ടി അയാൾ മാറ്റിവെക്കുന്നു. ബാക്കി 15 വർഷക്കാലത്തെ വിനോദങ്ങൾ, കല്യാണങ്ങൾ, യാത്രകൾ ഇങ്ങനെയൊക്കെയായി മാറി മാറി കൊണ്ടുപോകുമ്പോൾ ഈ 15 വർഷക്കാലത്തിനിടയിലാണ് ഇയാൾക്ക് തൻ്റെ അമലു സ്വാലിഹാത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകുന്നത്. അതിലെത്രയുണ്ട് നമുക്ക് ചെയ്യാനുള്ള അവസരം? അവിടെയാണ് പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് ഈ റമളാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിൽ അള്ളാഹു നൽകിയ അവസരമാണ് അൽഫു ഷഹ്രി എന്ന് പറയുന്ന 1000 മാസങ്ങളേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന സമയമായിട്ട് സന്ദർഭങ്ങളാക്കിയതിനെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. റമളാനിലെ ഫർളായ കർമ്മം ചെയ്യുമ്പോഴേക്കും ആ കർമ്മത്തിന് ഇരട്ടിയായ പുണ്യം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. സുന്നത്തായ ഒരു കർമ്മത്തിന് ഫർളിൻ്റെ കൂലി ലഭിക്കുക എന്നത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഓരോരോ ഹർഫുകൾക്കും 10 നന്മയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഓരോ ഹർഫിനും 10 പുണ്യമുണ്ട്. അലിഫ് ലാം മീം ഒരു ഹർഫല്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അലിഫ് ലാം മീം എന്ന് മാത്രം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ 30 പുണ്യമാണ് അയാൾക്ക് ലഭിക്കുക. ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ദാനധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 700 വരെ പ്രതിഫലം അള്ളാഹു തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില
ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ 1 രൂപ കൊടുക്കുന്നത് ഒരു ധാന്യക്കതിരിന് തുല്യമാണ്. 7 കതിരുകൾ, അതിൽ ഓരോ 7 ധാന്യമണികൾ വീതം, ഓരോന്നിലും 100 കതിരുകൾ വീതമുണ്ടാകും. മിഅത്തു ഹബ്ബ, 7 എന്നുള്ളത് 100 വെച്ചാകുമ്പോൾ 700 മാറും. 1 രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 700 എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് എത്രത്തോളം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ വിഷയമാണ്. ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ അവസാന നിമിഷങ്ങളിൽ പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റുപോലെയാണെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വ്യക്തിയായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്റെ അവസാന കാലം വരേക്കുമുള്ള ചരിത്രം സൂചിപ്പിക്കുന്നിടത്ത് അടുപ്പിച്ച് 3 ദിവസം നല്ല പത്തിരി തിന്ന ദിവസങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിശന്ന് അവസാനം വയറ്റത്ത് കല്ല് കെട്ടിവെച്ച ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പരുത്ത പായയിൽ കിടന്നുറങ്ങിയിട്ട് ശരീരത്തിൽ പാടുകൾ നാം മനസ്സിലാക്കുന്നു. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നു, ഇന്നൊന്നുമില്ല റസൂലേ. അവസാനം നേരം പുലർന്നിട്ട് സുന്നത്തായ നോമ്പിന് വേണ്ടി പ്രവാചകൻ നിയ്യത്ത് വെക്കും, ഇന്നെനിക്ക് വ്രതമാണ്, ഇനി വൈകുന്നേരം മാത്രമേ എന്തെങ്കിലും കഴിച്ചാൽ മതി. അത്രയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നിറവിൽ ജീവിച്ച പ്രവാചകൻ പറയുകയാണ്, അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു ദാനധർമ്മത്തിൻ്റേത് എങ്കിൽ ആ 1 രൂപ ദാനം ചെയ്താൽ 10 മടങ്ങായ പ്രതിഫലം ലഭിക്കുമെന്നൊരു വിശ്വാസം ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതായി തീരണം നമ്മുടെ ആയുസ്സുകളും സമയങ്ങളും. അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും എല്ലാം രേഖപ്പെടുത്തി വെക്കും. ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു നന്മയ്ക്കുള്ള പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, ഒരു നന്മയുടെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. ആ നന്മ അയാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 10 മടങ്ങ് പ്രതിഫലമായിട്ട് അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ആ തിന്മ അയാൾ ചെയ്തിട്ടില്ല, ഒഴിവാക്കി, ഒരു നന്മയായി രേഖപ്പെടുത്തി വെക്കും. ആ തെറ്റയാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ അള്ളാഹു അയാളുടെ മേൽ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ. ഒരു നന്മ അതിനെ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ തംഹുഹാ, ആ തിന്മയെ, ആ തിന്മയെ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു പോയ ഈ നന്മയിലൂടെ അള്ളാഹു നികത്തി തരികയും ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരുമ്പോഴേക്കും ആ അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്താൻ, ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയൊരു റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ ആ റമദാനിന് സാക്ഷ്യം വഹിക്കാൻ ഈ ദുനിയാവിൽ നമ്മിൽ ആരൊക്കെയുണ്ടാകുമെന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞ റമദാനിനു ശേഷം വിട പറഞ്ഞു പോയിട്ടുണ്ട്. റമദാൻ എത്തുമ്പോഴേക്കും കൂടെ ജീവിക്കണം, ആഗ്രഹിക്കണം, ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ മാറ്റം, മനസ്സ് പതറിപ്പോകാതിരിക്കാൻ, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള അങ്ങേയറ്റത്തെ ജാഗ്രതാപരമായ ഒരു സാഹചര്യം ഈ സമയങ്ങളിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പടച്ചറബിൻ്റെ പിടുത്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടി ഒരാൾ ആലോചിച്ചാൽ ആദ്യം ചെയ്യാവുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യമെന്താണ്? പല ആളുകളും ഇപ്പോഴും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന, വേണ്ട രൂപത്തിൽ ഇടപെടാത്തൊരു മേഖലയാകുന്നു സക്കാത്തിൻ്റെ വിഷയങ്ങളിലും സ്വതക്കയുടെ വിഷയങ്ങളിലും.
സക്കാത്തിന്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സക്കാത്ത് ഫണ്ടിലേക്ക് എൻ്റേത് ഈ വർഷത്തേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തെ സക്കാത്തിന്റെ വർധനവ് ഇരട്ടിയായിട്ട് വരണം. കാരണം സ്വർണത്തിന്റെ വിലകളെല്ലാം നന്നായി കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കടമായി പെൻഡിങ് ആയി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാന ഭാഗത്ത് ആവർത്തിതമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകളുണ്ടല്ലോ. എന്താണ് അവിടെ പറയുന്നത്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരു അല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിക്കുകയാണ് എങ്കിൽ, ഒരവസരം നീ എനിക്ക് തരുകയാണ് എങ്കിൽ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഫഅസ്സദ്ദഖ, ആയുസ് അല്ലാഹു നീട്ടിത്തന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്കകൾ ചെയ്തു കൊള്ളാം. വീഴ്ച വരുത്തിയ വലിയൊരു വിഷയം സ്വതക്കയുടെ കാര്യത്തിലാകുന്നു. വഅകും മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെടുകയും ചെയ്യാം അല്ലാഹുവേ എന്നയാൾ പറയും. അല്ലാഹു നൽകിയ മറുപടി വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു ആത്മാവിനെയും അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. ഇദാ ജാഅ അജലുഹ, അതിൻ്റെ അജൽ എത്തിക്കഴിഞ്ഞാൽ. ഓരോ സമുദായത്തിനും ഒരു അജൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമുദായത്തിനും ഒരു അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും മരണത്തിൻ്റെ കണക്കും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത്, നാം നിങ്ങൾക്കിടയിൽ മരണത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നമ്മൾ യാത്രയാവുക തന്നെ ചെയ്യും. ആ സമയം എവിടെയാണ്, എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് വ്യക്തമാക്കി തന്നു. സൂറത്തുൽ ലുഖ്മാനിലെ അവസാന ഭാഗത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരു ആത്മാവിനും അറിയുകയില്ല നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരാത്മാവിനും അറിയില്ല താൻ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ട ദിക്ർ എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാകുന്നു. അക്സിറൂ ദിക്റു ഖാദിമുൽ ലദാത്തുൽ മൗത്ത്, സകല സുഖാസ്വാദനങ്ങളെയും മറപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊള്ളണം. ഖബർ സന്ദർശിക്കാൻ വേണ്ടി നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്തായ ഒരു നടപടിക്രമം തന്നെയാണ്. പക്ഷെ അത് അനിസ്ലാമികമായി മാറുന്നത് അല്ലാഹുവല്ലാത്ത മറ്റുള്ളവരുടേതായ ഖബറുകൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ട് ആ ഖബറിൽ പോയിട്ട് കൊമ്പിട്ട് ഖബറാളികളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഖബർ സിയാറത്തിനെയാണ് ഇസ്ലാം വിരോധിച്ചത്. റമളാനിന്റെ ഏറ്റവും പോരിശയായ ഈ സമയത്ത് പോലും ലൈലത്തുൽ ഖദറിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പള്ളികളിലാണ്, ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികളിലാണ്, മസ്ജിദുകളിലാണ് ഇത്തികാഫ് ഇരിക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷകളുമായിട്ട് മൈതാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഉറൂസുകളാക്കിയിട്ട് ഖബറിങ്കലേക്ക് ആളുകൾ പോകാറാണ് പതിവ്. സ്വലാത്ത് നഗറുകളെല്ലാം പലപ്പോഴും പല പല ശൈഖന്മാരുടെ ഖബറിൻ്റെ അടുക്കലേക്കാണ് പോകാറുള്ളത്. എന്നിട്ട് അവിടെ ചെന്ന് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്വലാത്തു നഗറുകളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങളോട് ഞാൻ ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. കാരണം വിശ്വാസപരമായി ഉറപ്പുവരാത്തൊരു സമൂഹത്തെ അതിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് അവരെത്തും. അതുകൊണ്ട് അവർക്ക് വിശ്വാസം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നതിന് ശേഷം പ്രവാചകൻ അവരോട് പറഞ്ഞു,
വസൂറുഹ, നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യണം, ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബർ സന്ദർശനത്തിലൂടെ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള വിചാരമുണ്ടാകും, നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ആ ബോധം വരാൻ വേണ്ടി, മരണചിന്തയിലേക്ക് മനസ്സുകൊണ്ട് വരാൻ വേണ്ടി പ്രവാചകൻ നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു ഖബർ സിയാറത്ത് എന്നുള്ളത്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ ഇടക്കിടക്ക് അവിടെ ഖബറുകൾ സന്ദർശിക്കണം. പുരുഷന്മാർക്ക് സുന്നത്തും സ്ത്രീകൾക്ക് അത് കറാഹത്തുമാണ്. നാട്ടിൽ മിക്കവാറും ഖബറിൻ്റെ അടുക്കലേക്ക് കൂടുതലായിട്ട് പലായനം ചെയ്ത് പോകുന്നത് സ്ത്രീകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരാൻ അവസരം നൽകിയ അവസരത്തെ വിലക്കുകയും വിരോധിച്ചതായ സ്ഥലങ്ങളിലേക്ക് പെണ്ണുങ്ങൾ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് പടച്ച റബ്ബിൻ്റെ പള്ളിയിൽ, ഭവനങ്ങളിൽ പ്രത്യേകമായ സ്ഥലം സംവിധാനം കൊടുക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. എന്നാൽ അവർ വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവിലുമെല്ലാം ഖബറടക്കം ചെയ്തിട്ടുള്ള പള്ളിയിൽ പോയി അവിടെ അടങ്ങിയിട്ടുള്ള ശൈഖന്മാരോടുള്ള പ്രാർത്ഥന നടത്തുക എന്നുള്ളത് അനിസ്ലാമികമാകുന്നു. അതുമാത്രമല്ല, ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ട ശിർക്കിൻ്റെ പ്രവർത്തനത്തിൽ പെട്ടിട്ടുള്ളതാകുന്നു അത്. അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ, ലയഹ്ബത്തുന്ന അമലുക, കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനത്തിൽ പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ശിർക്കില്ലാത്ത നിഷ്കളങ്കമായ ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭൗതികമായി നമ്മുടെ ഒന്നും ഉപകാരപ്പെടുകയില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ലാ യൻഫഉ, ഉപകാരപ്പെടുകയില്ല. മാലുൻ, സമ്പത്ത്, വലാ ബനൂൻ, സന്താനങ്ങളും ഉപകാരപ്പെടുകയില്ല, പ്രയോജനം ചെയ്യപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായിട്ടുള്ള മനസ്സ്, സമാധാനത്തിൻ്റെ, ശാന്തതയുടെ, ബാധ്യതകളെല്ലാം കൃത്യമായി നിർവഹിച്ച കുറ്റമറ്റ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥതയോടുകൂടി പരലോകത്ത് എത്തിച്ചേരുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ മുത്തുമയിന്നത്തായ മനസ്സുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ അവസാന നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തന്നു. അതിലൊന്ന് നഫ്സുൽ ലവ്വാമയാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഖിയാമത്ത് നാളിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റബോധത്തിൻ്റെ മനസ്സിനെയും തൊട്ടുകൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് അല്ലാഹു പറയുന്നു. നഫ്സുൽ ലവ്വാമ എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. ചെയ്തു പോയ ഒരു സംഗതി പാപമാണ് എന്ന് തോന്നി മനസ്സിൽ അതിൻ്റെ നോവുണ്ടാക്കി, കുത്തലുണ്ടാക്കി, അരുതാത്തതാണ്, വേണ്ടാത്തതാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ മനസ്സിൻ്റെ പേരാണ് നഫ്സുൽ ലവ്വാമ. അതുണ്ടായിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അതിൽ നിന്ന് കഴുകിക്കളയാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെയോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു മനസ്സുണ്ട്. അതെന്താ? വമാ ഉബർദിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. എൻ്റെ മനസ്സിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്നൻ നഫ്സ, തീർച്ചയായും മനസ്സ് എന്ന് പറയുന്നത് ലഅമ്മാറത്തും ബിസൂ, എപ്പോഴും അത് തിന്മയിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കും, തെറ്റിലേക്ക് മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കും. ഈ തെറ്റുകുറ്റങ്ങളുടെയും തിന്മയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനെയാണ് അള്ളാഹു ശുദ്ധീകരണത്തിൻ്റെ സമയമായിട്ട്, സന്ദർഭമായി, റമദാനിൻ്റെ അവസരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂറത്ത് ശംസിൽ അള്ളാഹു പറഞ്ഞത്, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ.
ആത്മാവിനെ തന്നെയാണ് സത്യം, അതിനെ സംവിധാനിച്ച സംവിധാനവും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അതിൻ്റെ ദുർബോധനത്തെക്കുറിച്ചും അതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചും നാം മനസ്സുകൾക്ക് ബോധനം നൽകിയിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ ആരാണോ സംസ്കരിച്ചത്, ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ ആരാണോ, ഖദ് അഫ്ലഹ, അവനാണ് വിജയിക്കുന്നത്. റമളാൻ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും മനസ്സ് ശുദ്ധമാകുന്നത്, മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നത്, ചെയ്തുപോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എങ്കിൽ ഖദ് അഫ്ലഹ, അവൻ വിജയിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, പാപങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് പാപത്തിലൂടെ തന്നെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥയാകും. അവസാനം ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത രൂപത്തിലേക്ക്, ഒരിക്കലും മാറാൻ കഴിയാത്തൊരവസ്ഥയിൽ പടച്ചറബിൻ്റെ മുദ്ര വെക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഹിദായത്തിലാക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. വഴി അള്ളാഹു തുറന്നു തന്നു, രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തന്നു. എന്നിട്ടും മാറുന്നില്ല എങ്കിൽ, മനസ്സിനെ പരിവർത്തിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹു പറഞ്ഞു ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഇശാബ, അവരുടെ ഹൃദയങ്ങൾക്ക് നാം സീല് വെക്കും, അവരുടെ കേൾവിക്കും കാതിനും എല്ലാം നാം സീല് വെച്ച് കഴിയും. കാഴ്ചകൾക്ക് അല്ലാഹു സീല് വെക്കും, സംഅ അസ്മാ, കേൾവിക്ക് അല്ലാഹു സീല് വെക്കും, എല്ലാം കേട്ടാലും ഉള്ളിലേക്ക് കയറില്ല. അബ്സാർ, കാഴ്ചകൾക്ക് അല്ലാഹു സീല് വെക്കും, എന്തെല്ലാം കണ്ടാലും ശരി അവന് മാറാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് മാറ്റങ്ങൾക്ക് വിധേയമാകണം. വന്ന വഴികളിലൂടെയല്ല യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടത്. വന്ന വഴികളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചിട്ട് പോകുന്ന ഏറ്റവും നന്മയുടേതായ വഴിയാണ് തഖ്വയുടെ വഴി എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തന്നു. എന്താണ് തഖ്വ? കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ ഒരു പാതയിലൂടെ പോകേണ്ടി വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുക? അവിടെ കല്ലിലും മുള്ളിലുമൊന്നും ചവിട്ടാതെ, പരിക്കേൽക്കാതെ, വളരെ സൂക്ഷ്മമായിക്കൊണ്ടേ അതിലൂടെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ജീവിക്കുന്ന ഒരു കാലഘട്ടവും സമൂഹവും ചുറ്റുപാടുകളും എല്ലാം അധർമ്മങ്ങളുടെ ഉത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വളർന്നു വരുന്ന മക്കളുടെ ജീവിത ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അൽ മർഉ ഫി ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹിതൻ്റെ മതത്തിലായിരിക്കും. ഫൽ യൻദുർ മൻ യുഖാലിൽഹു, അവൻ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ, ആരെയാണ് അവൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. സമൂഹത്തിൻ്റെ അപജയത്തിൻ്റെ കാരണങ്ങളിൽ പെടുന്ന ഒരു വലിയ മേഖലകൾ അതാകുന്നു. അതുകൊണ്ട് അത്തരം ഒരു കാലഘട്ടത്തിൽ മക്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ധാർമ്മികമായ നല്ല ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ ചെയ്ത അമൽ സാലിഹാത്തുകളെല്ലാം കൊണ്ട് നാളെ പരലോകത്ത് എത്തിച്ചേരുമ്പോഴേക്കും, അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോഴേക്കും പോകേണ്ട മനസ്സാണ് ഖുർആൻ സൂചിപ്പിച്ച ഒരു മനസ്സുണ്ട്. ഈ അവസാന നിമിഷത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ അങ്ങനെയാക്കി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു വിളിക്കുന്ന മനസ്സ് ഏതാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വ്യത്യസ്തമായ മനസ്സുകൾ. നഫ്സുൽ ലവ്വാമയുണ്ട്, കുറ്റബോധത്തിൻ്റെ മനസ്സ്. നഫ്സുൽ അമ്മാറത്തുൽ ലിസ്സൂ, പാപത്തിൽ അകപ്പെട്ടു പോകുന്ന ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. അതിൽ നിന്ന് അള്ളാഹു വിളിക്കുന്ന മനസ്സ് ഏതാണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ മനഃശാന്തി അടഞ്ഞ ആത്മാവേ, മുത്മഇന്നത്തായ മനസ്സ്, സമാധാനം ലഭിക്കുന്ന മനസ്സ് എവിടെയായിരിക്കണം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് കൊണ്ട്, സ്മരണ കൊണ്ട് മാത്രമേ മനസ്സുകൾക്ക് സമാധാനം, സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. ആ ബോധമാണ് റമളാനിൽ വിശ്വാസി വർദ്ധിപ്പിച്ചെടുത്തത്. ഒരു പകൽ മുഴുവനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലായിരുന്നു, വിചാരത്തിലായിരുന്നു. ഞാൻ എന്തിനാണ് പട്ടിണി കിടന്നത്?
അന്നപാനീയം ഉപേക്ഷിച്ചത് എന്തിനായിരുന്നു? സുഖാനുഭൂതികൾ മാറ്റിവെച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? എൻ്റെ റബ്ബിന് വേണ്ടി. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും വിചാരവുമാണ് തത്മഇന്നൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം, ശാന്തത ലഭിക്കുക. അങ്ങനെയുള്ള മനസ്സിനെ അള്ളാഹു വിളിക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മനഃശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്കി, നിന്റെ റബ്ബിങ്കലേക്ക് നീ മടങ്ങിക്കൊള്ളണം. റാദിയ മർദിയ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങണം. മർദിയ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മടങ്ങണം. ഈ ദുനിയാവിൽ അള്ളാഹു ഇപ്പോൾ നൽകിയിട്ടുള്ളതിലെല്ലാം ഞാനും നിങ്ങളും സംതൃപ്തനാണോ? ഏതെങ്കിലും വിഷയങ്ങളിൽ അസ്വസ്ഥതയുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് അള്ളാഹു ഇപ്പോൾ നൽകിയ എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ പാർപ്പിടം, ഇതിലൊക്കെ പടച്ചവനെ ഞാൻ സംതൃപ്തനാണ്, റാദിയയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടോ? എങ്കിൽ ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിയാന്മാരോടൊപ്പം പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ആ സ്വർഗമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്ത് വേണം? തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. അസാ റബ്ബുക്കും മയ്യുകഫിറ അൻകും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തന്നേക്കാം. വയുദ്ഖിലക്കും, പാപമോചനത്തിലൂടെ ലഭിക്കുന്നത്. വയുദ്ഖിലക്കും, അള്ളാഹു നിങ്ങളെ